നമ്മൾ ഈ വിശ്വാസം പരിശീലകർക്ക് ഈ കാലഘട്ടത്തിൽ വെല്ലുവിളി കൂടുകയാണ്. എന്താണെന്നറിയാമോ? സഭയെക്കുറിച്ച് അഭിമാനിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. സഭയെക്കുറിച്ച് നല്ല വാർത്തകൾ ഉണ്ടാകുമ്പോൾ അത് കുഞ്ഞുങ്ങളോട് പറയണം. നമ്മുടെ സഭയിൽ നമുക്കറിയാവുന്ന നന്മകൾ ഒത്തിരി ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് സാധിക്കണം. പലപ്പോഴും എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, നമ്മുടെ കത്തോലിക്ക സമൂഹം ഒത്തിരി വിമർശിക്കുന്ന ഒരു സമൂഹമാണ്. നന്മകൾ കണ്ടാൽ പറയുകയില്ലെങ്കിലും എന്തെങ്കിലും കുറവ് കണ്ടു കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് വിമർശിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിൽ ഇത്രയും ക്രൂരമായ വിമർശനം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ അതിരൂപതയിൽ ഏതാണ്ട് 1600 എയ്ഡഡ് സ്കൂൾ അധ്യാപകരുണ്ട്. ഞങ്ങൾക്ക് വലിയ 2 ഓട്ടോണമസ് കോളേജുകളുണ്ട്. ഏതാണ്ട് 200 അധ്യാപകരുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊക്കെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് ലക്ഷക്കണക്കിന് രൂപ കിട്ടും. അത് ഇപ്പോഴും കിട്ടും, മേടിക്കാനൊന്ന് തയ്യാറായാൽ മതി. പക്ഷേ വർഷങ്ങളായി ഒരു പൈസ പോലും അപ്പോയിൻമെൻറ്റിനോ അഡ്മിഷനോ വാങ്ങുകയില്ല എന്ന് നിർബന്ധം പിടിച്ച് അഡ്മിഷൻ കൊടുക്കുന്നവരും അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നവരുമാണ് ഞങ്ങളുടെ അതിരൂപത. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്നാണെന്നറിയോ? സഭയ്ക്കൊരാവശ്യം വന്നാൽ ഈ അധ്യാപകരാരും സഭയ്ക്ക് വേണ്ടി ഒരു വാക്ക് നല്ലത് പറയില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുക. സഭയ്ക്കൊരാവശ്യം വന്നത് ഞങ്ങളുടെ സഭ ഇങ്ങനെ അല്ല കേട്ടോ, ഞങ്ങളുടെ സഭ ഇങ്ങനെ അല്ല എന്ന് ഒരു വാക്ക് നമ്മൾ പറയില്ല. അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒരു സങ്കടം. അപ്പം പിന്നെ ചിന്തിക്കുക, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നന്മ ചെയ്താൽ പോലും നമ്മുടെ സമൂഹത്തിന്റെ നന്മകൾ പോലും പറയാൻ നമ്മൾ ലജ്ജിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സമൂഹത്തിലുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ കെട്ടുറപ്പ് തന്നെ ഇല്ലാതാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെ സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ട് ഈ കാലഘട്ടത്തെക്കുറിച്ച്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ പിന്നിലെ അജണ്ട എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും, നമ്മുടെ സഭയെക്കുറിച്ച് നല്ലത് ഉള്ള നന്മ പറഞ്ഞാൽ മതി, ഇല്ലാത്ത നന്മയൊന്നും നമ്മൾ പറയണ്ട. ഉള്ള നന്മ പറഞ്ഞാൽ തന്നെ എന്തേലും ഉണ്ട് നമുക്ക് പറയാനായിട്ട്. അതുകൊണ്ട് ആ ഒരു ദൗത്യം നമ്മുടെ മതാധ്യാപകർ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. നമ്മുടെ സഭയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഏറ്റവും ആദ്യം തല്ലുന്നത് ഹയരാർക്കിയാണ്. മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, പിന്നെ നമ്മുടെ ഇടവകയിലേക്ക് വരുമ്പം കൈക്കാരന്മാർ, എല്ലാവരും ഹയരാർക്കിയുടെ ഭാഗമാണ്. കുടുംബ കൂട്ടായ്മ ലീഡേഴ്സ്, പ്രതിനിധി യോഗാംഗങ്ങൾ, എല്ലാവരും ഓർക്കുന്ന ഹയരാർക്കി എന്ന് പറഞ്ഞാൽ അച്ഛനും കന്യാസ്ത്രീയും കൊണ്ട് നിൽക്കുന്ന അല്ല. ഇടവകയിലെ നേതൃസ്ഥാനത്തുള്ളവരെല്ലാം ഈ ഹയരാർക്കിയുടെ ഭാഗമാണ്. ഹയരാർക്കി എന്ന് പറയുന്നത് അടിച്ചമർത്തലിൻ്റെ ഒന്നും ഒരു കാര്യമല്ല. നിങ്ങൾക്കറിയാം, ഒരു പള്ളി പണിയാൻ തീരുമാനിക്കുന്നത് പൊതുയോഗമാണ്. പള്ളിയുടെ മുഴുവൻ കണക്കുകളിലും പൊതുയോഗത്തിലും പ്രതിനിധി യോഗത്തിലും എല്ലാം കിട്ടും. ഇവിടെ ആരെയും അടിച്ചമർത്തുന്നൊന്നുമില്ല. പക്ഷെ നേതൃത്വമുണ്ട്. ശരിയാ, ഒരു വൈദികൻ നേതൃത്വം കൊടുക്കുക. ആ നേതൃത്വം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം ഇന്ന് എവിടെ പോയി നിന്നേനെ? ഒരുമിച്ച് കൂട്ടാൻ ഒരു വൈദികൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ഇടവുകൾ എവിടെ പോയേനെ? ഈ വൈദികർ എല്ലാ കാലത്തും നമുക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? ദൈവവിളി സ്വീകരിച്ച് നമ്മുടെ ചെറുപ്പക്കാർ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വൈദികരുണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹയരാർക്കി സഭ നിലനിൽക്കാനായിട്ട് ദൈവം തന്ന ഒരു ദാനമാണ്. മെത്രാന്മാർ മാറിപ്പോകും, കർദിനാളന്മാർ മാറിപ്പോകും, മാർപ്പാപ്പ മാറിപ്പോകും, സിസ്റ്റേഴ്സൊക്കെ മാറിപ്പോകും. അപ്പോഴും നിലനിൽക്കുന്നത് സഭയാണ്. ആരുടെയും വലിയ അപ്രമാദിത്വമൊന്നുമല്ല സഭയിൽ നടക്കുക. നമ്മളെല്ലാം പക്ഷേ ഈ സംവിധാനം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് സഭയുടെ ഐക്യം ഈ 2019 വർഷങ്ങളിൽ നിലനിന്നെങ്കിൽ അതിനു വേണ്ടി ദൈവം തന്നെ ഒരുക്കിയ ഒരു സംവിധാനമാണ് ഹയരാർക്കി, സഭയിലെ ഈ അധികാരത്തിന്റെ ശുശ്രൂഷയുടെ ശ്രേണി എന്ന് പറയുന്നത്. അതിനെയെല്ലാം വലിയ സഭയ്ക്ക് പുറത്തുള്ളവരാണ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്, നമ്മുടെ ചാനലുകളിലെല്ലാം. അവിടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ ബോധ്യങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങൾ അവരോട് ഇത്രമാത്രം അവതരിപ്പിച്ചാൽ മതി. ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സും മെത്രാന്മാരും ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ സഭ എങ്ങനെയാവും? സഭ പെന്തക്കോസ്തുകാരുടേതുപോലെ 15ഉം 10ഉം പേരുടെ ഓരോ ട്രസ്റ്റുകളുമായിട്ട് മാറി ഓരോരുത്തർ വിഘടിച്ച് നിൽക്കുന്ന കൂട്ടായ്മകളായിട്ട് മാറും. നമ്മളെ ഒന്നിപ്പിച്ച് നിർത്താൻ ത്യാഗപൂർവം ജീവിക്കുന്നവരാണ് ദൈവവിളി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വഴിയെ നടക്കാനായിട്ട് പരിശ്രമിക്കുന്നവർ എന്നുള്ളൊരു ബോധ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്.